ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പം നമുക്ക് കാറ്റത്തെ കിളിക്കൂട്ടിലെ നിധിയുടെയും സുധീഷിൻ്റെയും വരാൻ പോകുന്ന ആഴ്ചയിലെ നല്ലൊരു കഥ കേൾക്കാം. അങ്ങനെ സുധീഷിനെ രാജീവിൻ്റെയും അരുണിൻ്റെയും ഗുണ്ടകൾ ചേർന്ന് തട്ടിക്കൊണ്ട് പോവുകയാണ്. തട്ടിക്കൊണ്ട് പോയി ഒരു ഗോഡൗണിൽ പൂട്ടിയിട്ടിരിക്കുകയാണ്. അങ്ങനെ സുധീഷ് അവിടെ ഇങ്ങനെ കിടക്കുകയാണ്, രക്ഷപ്പെടുത്താൻ ആരും ഇല്ലാത്തൊരവസ്ഥയിൽ. പക്ഷേ തിരിച്ച് അവിടുന്ന് രക്ഷപ്പെട്ടു വരുന്ന സുധീഷ് പറയുന്നുണ്ട് രാജീവനും അരുണും ചേർന്നാണ് തന്നെ ഈ ഒരു ട്രാപ്പിൽ പെടുത്തിയെന്ന്. അച്ഛൻ്റെയും ചേട്ടൻ്റെയും ചതി മനസ്സിലാക്കുന്ന നിധി സുധീഷിനൊപ്പം തിരികെ കിളിക്കൂട്ടിലോട്ട് പോകുന്നതാണ് നമ്മുടെ വരാൻ പോകുന്ന ആഴ്ചയിലെ കഥകൾ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് പറയുന്നത്. സുധീഷിൻ്റെ കയ്യിൽ ഒരു ബാഗിനകത്ത് പകുതി ഗോൾഡും ക്യാഷുമായിട്ട് ചെട്ടിയാർക്ക് കൊടുക്കാനാണെന്ന് പറഞ്ഞൊരു ബാഗ് കയ്യിൽ ഏൽപ്പിക്കുന്നുണ്ട്. ആ ബാഗുമായിട്ട് ചെട്ടിയാരെ കാണാനാണെന്ന് പറഞ്ഞ് ലൊക്കേഷനൊക്കെ കൊടുക്കും. അങ്ങനെ അതുകൊണ്ട് സുധീഷ് പോവുകയാണ്. പകുതി സ്ഥലത്ത് വെച്ചിട്ടാണ് രാജീവിൻ്റെയും ഗുണ്ടകൾ സുധീഷിനെ ആക്രമിച്ച് ആ പണവും ഗോൾഡും കൈക്കലാക്കിയും സുധീഷിനെ മറ്റൊരു കാറിൽ അവർ തിരിച്ച് ആൾതാമസമില്ലാത്ത ഒരു ഗോഡൗണിൽ കൊണ്ടുപോയി പൂട്ടിയിടുകയും ചെയ്യും. കുറേ നേരം കഴിഞ്ഞിട്ട് ചെട്ടിയാർ വിളിച്ച് പറയുന്നുണ്ട് ഇത്രയും നേരമായിട്ടും ക്യാഷും ഇവിടെ എത്തിയിട്ടില്ലെന്ന് പറയും. അപ്പോഴത്തേക്ക് അരുണ് പറയും അച്ഛാ ഇത്രയും നേരമായിട്ട് സുധീഷ് അവിടെ എത്തിയിട്ടില്ലെന്നാണ് ചെട്ടിയാർ വിളിച്ച് പറയുന്നതെന്ന് പറയും. ഉടനെ അവർ തമ്മിൽ സംസാരിക്കാൻ തുടങ്ങും. ഇത് അവൻ തന്നെ പൈസ തട്ടിയെടുത്തതായിരിക്കും, കാരണം ഒന്നുമില്ലാത്തൊരുത്തനല്ലേ, എന്നിട്ട് അവൻ ഒരാൾക്ക് കൊടുക്കാൻ വെച്ചിരുന്ന പൈസയും തട്ടിക്കൊണ്ട് പോയല്ലോ എന്ന് പറഞ്ഞ് രാജീവൻ ഇങ്ങനെ സുധീഷിനെ വഴക്ക് പറയും. അവൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞത് അവന് തിരുവനന്തപുരത്ത് വേണമെങ്കിൽ ബിസിനസ് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഇവിടെ തന്നെ എന്തെങ്കിലും ചെയ്യാം എന്നൊക്കെ പറഞ്ഞതാണ്. എന്നിട്ട് ഞാൻ മറ്റൊരാൾക്ക് കൊടുക്കാനേൽപ്പിച്ച കാശും പണവും തന്നെ അവൻ തട്ടിയെടുത്തുകൊണ്ട് പോയല്ലോ. എന്നാലും എൻ്റെ മോളെ നിനക്ക് അവൻ്റെ ചതി ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്നൊക്കെ ചോദിക്കും. സുധീഷ് അങ്ങനെയൊന്നും ചെയ്യത്തില്ല അച്ഛാ എന്ന് പറയും. നിനക്കിപ്പോഴും അവനെ മനസ്സിലായിട്ടില്ല നിധിയെന്ന് അരുണും പറയും. എന്തായാലും ഞാൻ സുധീഷിനെ വിളിച്ചു നോക്കട്ടെ എന്ന് പറയും. പക്ഷേ ആ ഗുണ്ടകൾ സുധീഷിൻ്റെ കയ്യിൽ നിന്നുള്ള ഫോണും പിടിച്ച് വെച്ചിട്ടുണ്ട്. വിളിക്കുമ്പോൾ ഫോണിൽ കിട്ടത്തില്ല, സ്വിച്ച് ഓഫ് എന്നാണ് പറയുന്നത്. അതിനുശേഷം നിധി ഇങ്ങനെ വിഷമിക്കും. എല്ലാവരും ചേർന്ന് നിധിയെ കുറ്റപ്പെടുത്തും. നീ അവനെ ഇത്രയും വിശ്വസിച്ചല്ലോ, നിന്നെ അവൻ ചതിച്ചിട്ടുണ്ട്, ഒരു കാരണവശാലും നീ തിരിച്ച് അങ്ങോട്ട് പോകരുത് എന്നൊക്കെ പറഞ്ഞ് നിധിയെ ബ്രെയിൻ വാഷ് ചെയ്യുകയാണ്. അതിനുശേഷം കുറേ നേരം കഴിഞ്ഞിട്ട് സുധീഷിനെ ഫോണിൽ കിട്ടാത്തതുകൊണ്ട് നിധി ഹരീഷിനെ വിളിക്കുന്നുണ്ട്. ഹരീഷിനെ വിളിച്ച് പറയും ഹരീഷ് ഞാൻ പറയട്ടെ സുധീഷ് അത് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറയും. സുധീഷിനെ ഞാൻ രാവിലെ തൊട്ട് കോൾ ചെയ്യുന്നുണ്ട്, ഇതുവരെ കിട്ടുന്നില്ല, ഫോൺ സ്വിച്ച് ഓഫ് എന്നാണ് പറയുന്നത്. അത് ഫോൺ ചിലപ്പോൾ ചാർജില്ലാതെ അങ്ങനെ തീർന്നു പോയായിരിക്കും. അതല്ല, എന്തോ പ്രശ്നമുണ്ട് ഹരീഷെന്ന് പറയും. എന്താ കിട്ടത്തി അതിങ്ങനെ അച്ഛൻ ചിട്ടേർക്ക് കൊടുക്കാനായിട്ട് കുറച്ച് ഗോൾഡും ക്യാഷും അടങ്ങിയ ഒരു ബാഗ് സുധീഷിനെ ഏൽപ്പിച്ചുകൊണ്ട് ഇതുവരെ പണവും സുധീഷും അവിടെ എത്തിയിട്ടില്ലെന്നാണ് പറയുന്നത്. ഫോൺ സ്വിച്ച് ഓഫ് ആണ് എന്നൊക്കെ പറയും. എടുത്ത് ടെൻഷൻ അടിക്കാതെ നമുക്ക് അന്വേഷിക്കാമെന്ന് പറയും. അങ്ങനെ ഹരീഷിന് നല്ല ടെൻഷനാവും, കാരണം സുധീഷിനെയും കാണുന്നില്ല, പൈസ അവിടെ എത്തിയിട്ടില്ലെന്ന് പറയും. അതിനുശേഷം ഹരീഷ് അവിടെ നിന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ്. അപ്പോഴത്തേക്ക് സുധീഷ് മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഹരീഷിന് ഓർമ്മ വരും. നിധിയുടെ അച്ഛൻ വീട്ടിലോട്ട് വരുന്ന സമയത്തും സുധീഷിൻ്റെ കാറിൽ രാജീവ് കയറിയ സമയത്ത് സുധീഷുമായിട്ടൊരു സംസാരം നടന്നായിരുന്നല്ലോ, 7 ദിവസത്തിനുള്ളിൽ നിധിയെ തിരിച്ച് വീട്ടിലെത്തിക്കുമെന്നും നിങ്ങൾ തമ്മിൽ പിരിക്കുമെന്നൊക്കെയുള്ള കാര്യം രാജീവ് പറഞ്ഞതൊക്കെ ഹരീഷിൻ്റെ മനസ്സിലിരിക്കും. എന്ത് ചതി ഉപയോഗിച്ച നിധി അവരുടെ വീട്ടിൽ പിടിച്ചു നിർത്തുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടെൻഷനും ഉണ്ട് ഹരീഷിന് ആരോടും പറയാനും പറ്റിയിട്ടില്ല. ആ സമയത്താണ് സുഭാഷ് വീട്ടിലോട്ട് വരുന്നത്. സുഭാഷിൻ്റെ അടുത്ത് ചോദിക്കും എന്താ നീ പുറത്ത് നിൽക്കുന്നത്, അത് ഏട്ടനെ വിളിച്ചിട്ടുണ്ടായിരുന്നു, എന്താ വിശേഷം? അത് സുധീഷ് ഏട്ടനെ രാവിലെ തൊട്ട് വിളിക്കുന്നുണ്ട്, കിട്ടുന്നില്ല എന്നാ പറഞ്ഞെന്ന് പറയും. എന്തു പറ്റി? അറിയത്തില്ല എന്ന് പറയും. അത് ഏട്ടാ എനിക്കൊരു സംശയമുണ്ട്, ഇത് സുധീഷ് ഏട്ടൻ്റെ നിധിയേട്ടത്തിയുടെ വീട്ടുകാർ തന്നെ ചെയ്തതായിരിക്കും എന്ന് പറയും. അതെന്താ നീ അങ്ങനെ പറയാൻ കാരണം? അങ്ങനെ സുധീഷ് ഹരീഷിനോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഏട്ടത്തിയുടെ അച്ഛൻ സുധീഷിൻ്റെ കാറിൽ കയറിയായിരുന്നു. ആ സമയത്ത് അവർ തമ്മിൽ സംസാരം ഉണ്ടായി. അതിനുശേഷമാണ് അദ്ദേഹം വീട്ടിലോട്ട് വന്നതെന്നും ഏട്ടത്തെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ടുപോയെന്നൊക്കെയുള്ള കാര്യം പറയും. അപ്പോൾ തൊട്ട് ഏട്ടനൊരു സംശയം ഉണ്ടായിരുന്നു. അങ്ങോട്ട് പോകുന്നതിന് പോലും സുധീഷ് ഏട്ടന് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. നീ ഇതൊക്കെ എന്താ ഹരീഷ് അന്ന് പറയാഞ്ഞത്? അത് ഞാൻ പറയണം, അന്ന് ഏട്ടത്തിൻ്റെ അച്ഛൻ നല്ല സ്നേഹമായിട്ട് വന്നതല്ലേ, ആ സമയത്ത് ഞാൻ എങ്ങനെ ഇതൊക്കെ പറയുന്നത്? ഈശ്വര ചതിച്ചോ എന്നൊക്കെ പറയും. അപ്പോഴത്താണ് ഭാസ്കരൻ അങ്ങോട്ട് വരുന്നത്. അങ്ങനെ ഭാസ്കരൻ്റെ അടുത്ത് എന്താ എല്ലാവരും പുറത്തേക്ക് നോക്കും. അങ്ങനെ ഭാസ്കരൻ്റെ അടുത്ത് കാര്യം പറയും. ആ സമയത്ത് തന്നെ നികേഷും അങ്ങോട്ട് വരും. അത് ശരിക്കും അവിടെ നടന്ന കാര്യങ്ങളൊക്കെ സുഭാഷും ഹരീഷും ചേർന്ന് പറയും. എനിക്ക് അപ്പോഴേ സംശയം ഉണ്ടായിരുന്നു, ഇതെന്തോ ചതിയുണ്ടോണ്ട് തന്നെ അവർ മോളെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോയിരിക്കുന്നത്. ഇങ്ങനെ ചെറുക്കൻ എന്തെങ്കിലും പറ്റി കാണുമോ, ഇത് അവരുടെ ചതിയായിരിക്കും, എന്തായാലും നമുക്ക് അന്വേഷിക്കാമെന്ന് പറയും. അങ്ങനെ ഫോണിൽ വിളിച്ചിട്ട് ഫോണിൽ കിട്ടത്തുമില്ലല്ലോ. ഉടനെ സുഭാഷും ഹരീഷും നികേഷുമായിട്ട് അന്വേഷിക്കാൻ ഇറങ്ങും. ഉടനെ ഭാസ്കരൻ പറയും ഇനി ഞാനും കൂടി വരാൻ, വേണ്ട ഞങ്ങൾ പോയി അന്വേഷിച്ചിട്ട് വരാമെന്ന് പറയും. അങ്ങനെ അവർ മൂന്നും കൂടി ബൈക്കും എടുത്തുകൊണ്ട് അന്വേഷിക്കുകയാണ്. ആ സമയത്ത് തന്നെയാണ് സുധീഷിനെ കെട്ടിയിട്ടേക്കുന്ന ആ ഒരു ഗോഡൗൺ കാണിക്കുന്നത്. ആ സമയത്ത് സുധീഷിനെ എൻ്റെ കാശും പണവും ചോദിച്ചുകൊണ്ട് ഇങ്ങനെ സുധീഷിനും ബഹളം വെക്കണോണ്ട് സെല്ലോ ടേപ്പ് കുറച്ച് വായൊക്കെ ഒട്ടിക്കും. അങ്ങനെ ഇയാൾ കെട്ടിയിട്ടേക്കുമല്ലേ, കയ്യും കാലും ഒക്കെ പിടിച്ചിട്ടിങ്ങനെ ബഹളം വെക്കുകയാണ്. ഒരു ശേഷം അവന്മാർ കെട്ടിയിട്ടും നല്ല രീതിയിൽ മർദ്ദിക്കുന്നുണ്ട്, അടിച്ചങ്ങ് അവശതയാക്കും. ആ സമയത്ത് പറയും
എടാ നിനക്കിനി ഇവിടുന്ന് പുറത്തിറങ്ങാൻ പറ്റത്തില്ല എന്ന് പറയും. അങ്ങനെ അങ്ങനെ സുധീഷ് അവിടെ കിടന്ന് ബഹളം വെക്കുമ്പോൾ ടേപ്പ് വായിന്ന് ഇങ്ങനെ ടേപ്പ് വലിച്ചു വരും. പറയും എടാ നീയൊക്കെ ചുണയുണ്ടെന്നുണ്ടെങ്കിൽ തുറന്നു വിട്ട് അടിക്കാതെ കെട്ടിയിട്ടല്ലടാ അടിക്കേണ്ടതെന്നൊക്കെ പറയും. ഉടനെ ആ ഗുണ്ടകൾ ചേർന്ന് പിന്നെ എടുത്തിട്ടങ്ങ് അടിക്കുകയാണ്. കുറച്ച് നേരം കഴിഞ്ഞിട്ടൊരു കാർ വരും. അത് ആ കാറിനകത്ത് നിന്ന് ഇറങ്ങി വരുന്നത് രാജീവ് വരുണുമാണ്. കാരണം അവർ ഏർപ്പാട് ചെയ്ത ഗുണ്ടകളാണ് സുധീഷിനെ പിടിച്ചുകൊണ്ട് പോയിരിക്കുന്നത്. ആ ക്യാഷും പണവും അടങ്ങിയ ബാഗ് തിരിച്ച് അതുപോലെ തന്നെ രാജീവിൻ്റെയിലും അരുണിൻ്റെയിലും കൊടുക്കുകയാണ്. സാറേ ഏതാണ്ട് നിങ്ങളുടെ പണമെന്ന് പറയും. നോക്കുമ്പോൾ ഒരു പൈസ പോലും കുറവില്ലാതെ അത്രയും പൈസ അവരെ ഏൽപ്പിക്കുന്നുണ്ട്. ഉടനെ പറയും ഇനി ഒരു കാരണവശാലും ഇവൻ ജീവിച്ചിരിക്കരുത്, അവനെ ഞാൻ കൊന്നു കളഞ്ഞേക്കാൻ പറയും. ഒരു തെളിവും അവശേഷിപ്പിക്കരുത്, ഞങ്ങളാണ് ഇതിൻ്റെ പിന്നിലെന്ന് ആരും അറിയില്ലെന്ന് പറയും. ശരി സാറേ എന്ന് പറയാം. അങ്ങനെ അവരൊക്കെ പോവുകയാണ്. അതിനുശേഷം സുധീഷിനെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കാനുള്ള ഐഡിയ ആണല്ലോ ഇനി അടുത്ത് ചെയ്യേണ്ടത്. അതിനുശേഷം സുധീഷിനെ അവിടെ കെട്ടിയിട്ടിരിക്കുന്ന ഗുണ്ടകളെല്ലാം ചേർന്ന് പുറത്തോട്ട് പോവുകയാണ്. ആ സമയത്ത് ഈ പിടിവലിക്കിടയിൽ ഒരാളുടെ കയ്യിൽ നിന്ന് ഫോൺ അങ്ങ് താഴെ പോവും. ആ ഫോണ് പെട്ടെന്ന് സുധീഷിൻ്റെ കാച്ചുട്ടിലോട്ടാണ് വീഴുന്നത്. ഫോൺ പതുക്കെ കാലുകൊണ്ട് എടുത്ത് സുധീഷ് പെട്ടെന്ന് ആ ഫോൺ ഇങ്ങനെ കാലുകൊണ്ട് എടുക്കുകയാണ്. ആ സമയത്ത് തന്നെയാണ് നീതു ഹരീഷിനെ വിളിക്കുന്നത്. ഹരീഷ് നല്ല ടെൻഷനിലാണ്. നീതു കോൾ ചെയ്യുകയാണ്. ആദ്യം മെസ്സേജ് ഇട്ടിട്ട് റിപ്ലൈ ഒന്നുമില്ല. കോൾ ചെയ്യുന്ന സമയത്ത് ഹരീഷ് വലിയ ടെൻഷനിലാണ്. ഹരീഷ് പറയും വെച്ചിട്ട് പോകും, ഞാൻ പിന്നെ അങ്ങനെ വിളിക്കാമെന്ന് പറയും. പക്ഷേ നീതു അത് ഗവനിക്കത്തില്ല. നീതു സംഭവങ്ങളൊന്നും അറിയത്തില്ലല്ലോ, ടെൻഷൻ അടിച്ച് നിൽക്കാനൊന്നും അറിയത്തില്ല. നീതു പിന്നെയും കോൾ ചെയ്യുവാണ്. അങ്ങനെ അവസാനം ഫോൺ അങ്ങ് സ്വിച്ച് ഓഫ് ചെയ്യും. ഫോണിൻ്റെ ചാർജും അങ്ങ് ഇറങ്ങിപ്പോവും. അങ്ങനെ ഫോൺ അവിടെ അങ്ങ് മാറ്റിയിട്ടിട്ട് ഹരീഷ് അങ്ങ് ഫോൺ എടുക്കാതെ അങ്ങ് പോകുന്നത്. ആ സമയത്താണ് സുധീഷ് ഫോൺ എടുത്തിട്ട് പെട്ടെന്ന് തന്നെ ഹരീഷിൻ്റെ നമ്പറിലോട്ടാണ് ആദ്യം വിളിച്ചത്. പക്ഷേ ഹരീഷിനെ ഫോണിൽ വിളിക്കുമ്പോൾ ഹരീഷിൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. നീതുവിൻ്റെ ശല്യം കാരണം ഹരീഷ് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരുന്നായിരുന്നു. ചാർജും ഇല്ലായിരുന്നു ഫോണിന്. അതിനുശേഷം സുഭാഷിൻ്റെ ഫോണിലോട്ട് വിളിക്കും. സുഭാഷിൻ്റെ ഫോണിൽ വിളിക്കുന്ന സമയത്ത് സുഭാഷ് പറയും ഇതേതാ പരിചയമില്ലാത്തൊരു നമ്പർ എന്ന് ചോദിക്കും. കാരണം സുധീഷാ വിളിക്കുന്നതെന്ന് അറിയത്തില്ലല്ലോ. അവിടെ ചോദിക്കും ഇതാ പണി സൈറ്റിൽ നിന്നുള്ളവനായിരിക്കും. അവൻ കള്ളും കുടിച്ച് ബോധമില്ലാതെ പിന്നെയും പണിക്ക് വരാൻ വേണ്ടി വിളിക്കുന്നതാണ്. അവൻ നമ്പർ മാറി വിളിക്കുന്നതാണ്. ഞാൻ എടുക്കുമെന്ന് കരുതി എടുക്കത്തില്ലെന്ന് പറയും. രണ്ടാമതും വിളിക്കും, എടുക്കത്തില്ല. മൂന്നാമതും വിളിക്കും. ഹരീഷ് ചോദിക്കും ആരാ സുഭാഷ് ചേട്ടാ? അതാ പണിസൈറ്റിലുള്ളവനാടാ, കള്ളു കുടിച്ചിട്ട് എന്നും അവൻ പണിക്ക് വരും. അവനെ പണിക്കെടുക്കാൻ വേണ്ടി അവൻ ഫോണിൽ നിന്ന് മാറി നമ്പർ ചെയ്ത് വിളിക്കുന്നതാന്ന് പറയും. എന്തായാലും സുഭാഷ് ചേട്ടനൊന്ന് എടുക്ക്, അല്ലെങ്കിൽ പിന്നെ വിളിച്ചുകൊണ്ടിരിക്കുമെന്ന് പറയും. അങ്ങനെ സുഭാഷ് ഫോൺ എടുക്കുമ്പോൾ ഹലോ എന്ന് പറയുമ്പോൾ സുഭാഷ് ചേട്ടാ എന്ന് പറയും. അവർക്ക് സുധീഷ് മോനെ നീ എവിടെയാണെന്ന് ചോദിക്കും. അത് സുഭാഷ് ചേട്ടാ എന്നോടൊന്ന് ചോദിക്കരുത്, ഞാനിപ്പോൾ തിരുവനന്തപുരത്ത് തന്നെ ഉണ്ടെന്ന് പറയും. തിരുവനന്തപുരത്തോ? ആ അതെ, എന്നെ കുറച്ച് പേര് ചേർന്ന് ഇവിടെ കെട്ടിയിട്ടിരിക്കുകയെന്ന് പറയും. ഹരീഷ് സുധീഷാ ഫോൺ വിളിക്കുന്നതെന്ന് പറയും. ഏട്ടാ പതുക്കെ അവന്മാരെ ഇപ്പം ഇങ്ങോട്ട് തിരിച്ചു വരുമെന്ന് പറയും. അങ്ങനെ പെട്ടെന്ന് ഫോൺ കയ്യിൽ നിന്ന് അങ്ങ് താഴോട്ടങ്ങ് വീഴുകയാണ്. അത് ചോദിക്കും ഇത് സുധീഷിനെ ആരോ അപകടപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്, അവരുടെ ആരുടെ ഫോണിൽ നിന്ന് അവൻ വിളിച്ചിരിക്കുന്നതെന്ന് പറയും. അങ്ങനെ ഫോൺ കയ്യിൽ നിന്ന് അങ്ങ് താഴെ വീണെന്ന് പറയും. അപ്പോഴത്തേക്ക് തന്നെ താഴെ വീണ കിടക്കും. അപ്പോഴത്തേക്ക് തന്നെ പെട്ടെന്ന് അവന്മാർ തിരിച്ചു വരും. തിരിച്ചു വന്നിട്ട് സുധീഷിനെ കൊല്ലണമെന്നാണ് പറഞ്ഞിട്ടാണല്ലോ രാജീവനൊക്കെ പോകുന്നത്. അങ്ങനെ അവിടുന്ന് കെട്ടൊക്കെയായിരിക്കും. ആ സമയത്ത് സുധീഷിൻ്റെ അടുത്താണ് ഫോൺ കിടക്കുന്നത്. ഇതെങ്ങനെ ഇവൻ്റെ കൈ ഫോൺ? സത്യം പറഞ്ഞാൽ നീ ആരെ ഈ ഫോൺ എടുത്ത് വിളിച്ചതെന്ന് ചോദിക്കും. ഉടനെ മിണ്ടത്തില്ല. അങ്ങനെ പിന്നെ അടിക്കുകയാണ്. അങ്ങനെ വേറെ പരിചയമില്ലാത്ത ഒന്നിനും നമ്പർ കിടക്കുന്നത്. അങ്ങനെ ആ നമ്പറിലോട്ട് തിരിച്ച് വിളിക്കും. ഒരു നമ്പർ സ്വിച്ച് ഓഫ് ആണ്, അത് ഹരീഷിൻ്റെ നമ്പറാണ്. രണ്ടാമത് വിളിക്കുമ്പോൾ സുഭാഷിൻ്റെ നമ്പറാണ്. ഉടനെ ചോദിക്കും ആ നമ്പറിൽ നിന്നാണല്ലോ തിരിച്ച് വിളിക്കുന്നത്. എന്തായാലും സുഭാഷ് ചേട്ടൻ എടുക്കാൻ പറയും. എടുക്കുമ്പോൾ ഹലോ എന്ന് ശബ്ദത്തിൽ വ്യത്യാസം. അപ്പോൾ മനസ്സിലാവും ഗുണ്ടകളാരോ ആണെന്നുള്ളത്. ഉടനെ പറയും സുഭാഷ് ചേട്ടൻ ഫോൺ ഓഫ് ചെയ്യാൻ പറയും. അങ്ങനെ ഹരീഷ് പറയുന്നതനുസരിച്ച് ഫോൺ ഓഫ് ചെയ്യുവാണ്. സത്യം പറഞ്ഞാൽ നീ ആരെ വിളിച്ചതെന്ന് പറയും. ഉടനെ ഇത് പറയത്തില്ല. ഉടനെ ആ ഫോൺ എടുത്തിട്ട് ഉടനെ രാജീവനെ വിളിച്ചു പറയും. സാറേ അവൻ ഞങ്ങളുടെ ഫോൺ എടുത്തിട്ട് അവൻ ആരെയും വിളിച്ചിട്ടുണ്ടെന്ന് പറയും. അവൻ്റെ ആൾക്കാരെ വിളിച്ചതാ, ഇനി ഒരു നിമിഷം അവനെ അവിടെ നിർത്തരുത്, എത്രയും പെട്ടെന്ന് തന്നെ അവനെ അവിടുന്ന് കൊണ്ടുപോകണം, അല്ലെങ്കിൽ അവർ ഫോൺ ട്രേസ് ചെയ്ത് അങ്ങോട്ട് വരാൻ സാധ്യതയുണ്ടെന്ന് പറയും. ശരി സാറേ എന്ന് പറഞ്ഞുകൊണ്ട് സുധീഷിനെ വലിച്ച് കാറിനകത്ത് കയറ്റിയിട്ടിട്ട് വേറൊരു സ്ഥലത്തോട്ട് കൊണ്ടുപോവുകയാണ്. ആ സമയത്താണ് സുധീഷിനെ അന്വേഷിച്ചിട്ട് ഹരീഷും സുഭാഷും കൂടി വരുന്നത്. അങ്ങനെ ഇവരുടെ വാനും ഇവരുടെ ബൈക്കുമായിട്ട് കൂട്ടിയിടിക്കുമ്പോഴത്തേക്ക് ഇവർ മൊത്തത്തിലങ്ങ് പ്രശ്നമാവും. അങ്ങനെ ഹരീഷ് ഇങ്ങോട്ട് വന്നിട്ട് ഇവരുമായിട്ട് ദേഷ്യപ്പെട്ട് സംസാരിക്കാൻ, രണ്ടു കൂട്ടം ടെൻഷനിലാണ്. അങ്ങനെ ഇങ്ങോട്ട് വന്ന് പിടിയും വലിയും ബഹളവും ഒക്കെ ആവും. ആ സമയത്ത് ചോദിക്കും നീയൊക്കെ സൂക്ഷിച്ച് വേണ്ട വണ്ടി ഓടിച്ച് വരാൻ. അപ്പം ഞങ്ങൾ സൂക്ഷിച്ചല്ലേ ഇവിടെ വന്നത്, നീയൊക്കെ എവിടെ നോക്കിയാൽ വണ്ടി ഓടിച്ചെന്ന് പറഞ്ഞിട്ട് രണ്ടു കൂട്ടം തമ്മിൽ അങ്ങ് അടിയാവും. ആ സമയത്ത് സുധീഷ് ഇതെല്ലാം കാറിൽ ഇരുന്ന് കാണുകയാണ്. പക്ഷേ വായി ടേപ്പ് ഒടിച്ചേക്കുന്ന കാരണം ഒന്നും പറയാൻ പറ്റത്തില്ല. കൈയും കാലും ഒക്കെ പൊക്കി കാണിക്കാനും പക്ഷേ ഇറങ്ങാനും പറ്റത്തില്ല. അപ്പോഴത്തേക്ക് സുധീഷിനൊരു ഐഡിയ തോന്നി, എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഇറങ്ങിയേ പറ്റത്തുള്ളൂ, ഇനി ഇങ്ങനെ ഒരു ചാൻസ് കിട്ടാമെന്ന് പറഞ്ഞ് കാറിൻ്റെ ഡോർ ചവിട്ടി സുധീഷിൻ്റെ അടുത്ത് ഒരാളിരിക്കും, അയാളെ ഒറ്റ ചവിട്ട് കൊടുക്കുമ്പോഴത്തേക്ക് ആ ചവിട്ടും ഡോറ് തുറന്ന് അയാൾ തെറിച്ചങ്ങ് വീഴുകയാണ്. അപ്പോഴത്തേക്ക് നികേഷ് നോക്കുമ്പോൾ ഒരാളിങ്ങനെ കാറിനകത്തുനിന്ന് തെറിച്ചങ്ങ് വീഴുന്നു. അങ്ങനെ അകത്തോട്ട് നോക്കുമ്പോഴത്തേക്ക് സുധീഷ് അവിടെ ഇങ്ങനെ ടേപ്പൊക്കെ ഒടിച്ച് ഇങ്ങനെ കിടന്ന് ബഹളം വെക്കുകയാണ്. അപ്പോഴത്തേക്ക് നികേഷ് പറയും ഹരീഷ് ഏട്ടാ ദാ സുധീഷ് ഏട്ടൻ കാറിലുണ്ടോയെന്ന് പറയും. ഉടനെ സുധീഷ് ഏട്ടാ എന്ന് പറയും. അപ്പോഴത്തേക്ക് മറ്റൊരാൾ ഓടി വന്നിട്ട് കാർ എടുത്തുകൊണ്ട് പോകാൻ ശ്രമിക്കും. അപ്പോഴത്തേക്ക് ഇവരെല്ലാം 3 പേരും കൂടി വളഞ്ഞിട്ട് അങ്ങ് പിടിക്കുകയാണ്. അപ്പോഴത്തേക്ക് ഇവർ വണ്ടി എടുക്കും. ഉടനെ ഇവരെ ട്രേസ് ചെയ്ത് അവരെ പിടിക്കും. അവരെ പിടിച്ചിട്ട് ഇഞ്ച ചതയ്ക്കുന്ന കണക്ക്
ഹരീഷും സുഭാഷും കൂടി ചേർന്ന് എല്ലാത്തിനെയും ഇടിച്ച് ചവിട്ടി 2-3 ഗുണ്ടകൾ വണ്ടിക്കകത്ത് പെട്ടെന്ന് അങ്ങ് എസ്കേപ്പ് ആവും. 2-3 വരെ കിട്ടും. അങ്ങനെ സുധീഷ് പെട്ടെന്ന് നിക്കേഷ് ഓടി വന്ന് വായിൽ ടേപ്പെല്ലാം ഒടിച്ചിട്ട് വായിൽ നിന്നെല്ലാം പുറത്തിറക്കും. അപ്പോഴത്തേക്കും മറ്റവൻ കിട്ടിയവന്മാരെ കൊണ്ട് ഇടിപ്പിച്ച് സത്യം മൊത്തം പറയും. പറഞ്ഞതിന് ശേഷം സുധീഷിനെയും കൊണ്ട് അങ്ങ് രക്ഷപ്പെടുത്തിക്കൊണ്ട് പോകും. പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴത്തേക്ക് ഹേമ പത്രമൊക്കെ എടുക്കാനായിട്ട് സിറ്റൗട്ടിലോട്ട് വരും. അപ്പോഴത്തേക്ക് പത്രമൊക്കെ വായിച്ചുകൊണ്ട് ഒരാളിങ്ങനെ സിറ്റൗട്ടിൻ്റെ ഫ്രണ്ടിലിരിക്കുന്നു. ആ സമയത്ത് നോക്കുമ്പോഴത്തേക്ക് ഇതിപ്പോൾ ആരാ രാവിലെ സിറ്റൗട്ടിനകത്ത് എന്ന് പറഞ്ഞ് നോക്കുമ്പോഴത്തേക്ക് തിരിഞ്ഞു നോക്കുന്നത് കാണുമ്പോൾ സുധീഷിനെയാണ്. ഇവരിലെ പ്രേതത്തിനെയും എന്തോ ഭീകര ജീവിയെ കാണുന്ന വെപ്രാളത്തിലായിട്ട് രാജീവേട്ട എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് ഓടി അകത്തോട്ട് കയറിപ്പോവും. ഉടനെ രാജീവ് അരുണും കൂടി കയറി വരും. നോക്കുമ്പോഴത്തേക്ക് സുധീഷാണ്. ഉടനെ സുധീഷിനെ കാണുന്നതും അരുൺ പറയും, എടാ നീ പൈസയും സ്വർണവും കൊടുക്കാമെന്ന് പറഞ്ഞ് ഇവിടുന്ന് പോയിട്ട് ആ ചെട്ടിയാർക്ക് ഇതുവരെ പണവും സ്വർണവും കൊടുത്തില്ല, നീ എവിടെ കൊണ്ട് ഒളിപ്പിച്ച് വെച്ചാൽ പണവും സ്വർണവും എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടും. ആ സമയത്താണ് രാജീവൻ അങ്ങോട്ട് വരുന്നത്. രാജീവന് മനസ്സിലാവും ഇവനെ ആരും രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവൻ്റെ അടുത്ത് ദേഷ്യം കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ പിടിക്കപ്പെടും. ഉടനെപ്പോഴേക്കും അരുണെ വേണ്ട, അവനെന്തോ അപകടം പറ്റി കാണും, അവൻ്റെ പണം ആരെങ്കിലും തട്ടിയെടുത്ത് കാണും. അതിൽ നമുക്ക് സുധീഷിനെ തിരികെ കിട്ടിയില്ലേ, നമുക്ക് പണവും സ്വർണവും നമുക്ക് പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്യാം, അത് നമുക്ക് തിരിച്ച് കിട്ടുമെന്ന് പറയും. അപ്പോഴത്തേക്ക് പറയും. ഉടനെ സുധീഷിനെ കണ്ടതും നിധി ഓടി വരും. സുധീഷ് എവിടെ പോയിരുന്നു, ഞാൻ സുധീഷിനെ കാണുന്നത് എന്ത് ടെൻഷൻ അടിച്ചെന്നറിയാം, എത്ര തവണ ഫോൺ വിളിച്ചു, ഫോൺ കയ്യിലില്ലായിരുന്നു നിധി എന്ന് പറയും. കയ്യിലില്ലായിരുന്നു. അങ്ങനെ അവിടെ നടന്ന സംഭവങ്ങളെല്ലാം സുധീഷ് നിധിയോട് പറയുകയാണ്. സുധീഷ് എന്തൊക്കെയായി പറയുന്നത് എന്ന് പറയും. തെളിവ് ഞാൻ കാണിക്കാമെന്ന് പറയും. അപ്പോഴത്തേക്ക് ഹരീഷേ എന്ന് വിളിക്കും. അപ്പോഴത്തേക്ക് ഹരീഷ് രാജീവനും അരുണും ഏർപ്പാടാക്കിയ ഗുണ്ടകളെയും കൊണ്ട് അങ്ങോട്ട് വരുന്നതാണ് കാണിക്കുന്നത്. ഉടനെ രാജീവനും അരുണും ഷോക്കായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. കാരണം സത്യം മൊത്തം അവരുടെ ഭാഗത്താണല്ലോ. ഉടനെ ആ ഗുണ്ടയെ കൊണ്ട് തന്നെ അവിടെ നടന്ന സർവ്വസത്യങ്ങളും ഹരീഷ് തത്ത പറയുന്ന പോലെ പറയിപ്പിക്കുകയാണ്. ഇത് കേൾക്കുന്ന നിധി അരുണിൻ്റെയും രാജീവിൻ്റെയും നേരെ പൊട്ടിത്തെറിക്കുകയാണ്. അതിനുശേഷം സുധീഷിൻ്റെയും ഹരീഷിൻ്റെയും കൂടെ ബാഗും എടുത്തുകൊണ്ട് വീട് ഉപേക്ഷിച്ച് നേരെ കിളിക്കൂട്ടിലോട്ട് വരുന്നതാണ് അടുത്ത ആഴ്ചയിലെ വരാൻ പോകുന്ന ദിവസത്തെ നല്ല കഥകൾ. അപ്പം ഇതൊക്കെയാണ് ഇനി വരാൻ പോകുന്ന ദിവസത്തിൽ നമ്മൾ കാണാൻ പോകുന്ന കഥകൾ. അപ്പോൾ അതിനായി നമുക്ക് കാത്തിരിക്കാം. കഥ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. ഹാപ്പി സൺഡേ.